നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് ചാനലോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മലയാളി ഫ്രം ഇന്ത്യ ആദ്യത്തെ ഷോ കാണാൻ പറ്റി. വളരെ നിരാശപ്പെടുത്തുന്ന സിനിമ. നമ്മളുടെ സിനിമ അങ്ങനെ നെഗറ്റീവാണ്, കീറി മുറിക്കുന്ന ഒന്നുമല്ല. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയാം. വേറെ സംഭവങ്ങളൊന്നും വലിയ കാര്യങ്ങളായിട്ട് പറയാനില്ല. ഇത് നിവിൻ പോളി ഈസ് ബാക്ക് എന്നൊക്കെ പറയുന്നവർ ഏത് അർത്ഥത്തിലാണ് പറയുന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്നാലും കൃത്യമായിട്ട് പറയാം, ഡിജോ എന്ന് പറയുന്ന സംവിധായകൻ, പ്രതീക്ഷ വളരെ കാര്യമായിട്ടുള്ള സംവിധാനമാണ്. അദ്ദേഹത്തിൻ്റെ നേരത്തെ 2 ചിത്രങ്ങൾ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഹാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഇവരെ 2 പേരെയും പ്രതീക്ഷിച്ചാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അതിനകത്ത് നിവിൻ പോളി വന്നാൽ എങ്ങനെ ഇരിക്കും? പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളില്ല. എല്ലാ നിവിൻ പോളി സിനിമകളിൽ ഇപ്പോൾ കണ്ട ലാസ്റ്റ് നിവിൻ പോളി സിനിമ പോലെ ഇതും, ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ സറ്റയറായിട്ട് ഉദ്ദേശിച്ച് കോമഡി, ചില വൺ ലൈനർ, ഒരു 4-5 സീനിൽ 4-5 ഇടത്ത് ചിരിക്കാനുണ്ട്. 4-5 ഇടത്ത് ചിരിക്കാനുള്ളതല്ലാതെ ഇത് ഏത് തരം സിനിമയാണ്, ഏത് ജോണർ സിനിമയാണെന്ന് പോലും കൃത്യമായിട്ട് അവർക്ക് പോലും മനസ്സിലാക്കി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കാണുന്നവർക്കും ഈ സിനിമ ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫോ അങ്ങനെയൊന്നും നല്ലതൊന്നും ചെയ്തതൊന്നും ഒരു ഹാഫും എനിക്ക് പ്രത്യേകിച്ച് ഒരു പുതുമയും ഫീൽ ചെയ്തില്ല. ഒരു ചുമ്മാതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നൊരു സിനിമ. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് പറ്റിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാട്സപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന കോമഡികളാണ് ഇതിനകത്തെ പല കോമഡികൾ. ഇത് നമ്മൾ കണ്ട് മടുത്ത സാധനമാണ്. രണ്ടാമത് ഈ പറഞ്ഞ എന്തോ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു, മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലൊക്കെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും ഒരു രീതിയിലും കണക്ട് ചെയ്യാതെ, മനുഷ്യനുമായിട്ട്, നമ്മളെ ഒരു പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാതെ, ഒരു ഇമോഷണൽ കണക്റ്റോ അല്ല. അതൊരു കണക്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സിനിമ കാണുമ്പോൾ ഒരു കണക്ഷൻ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം തീരെ കിട്ടാത്തൊരു പടം. അന്നേരം റിവ്യൂ നെഗറ്റീവ് പറയാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ഒന്നും അല്ല, ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അന്നേരം എനിക്ക് തോന്നിയത് നിവിൻ പോളി ഈസ് ബാക്ക് എന്ന് പറയുന്നത് ഇനി അടുത്ത പടത്തിൽ നോക്കിയിരിക്കണം ഉറപ്പായിട്ട്. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് വളരെ മോശമായി. ഈ 2 പടങ്ങൾ സംവിധാനം ചെയ്ത ഡിജോ, ക്യൂനും ജനഗണമനയും, ഈ 2 സിനിമയും, ജനഗണമന ഗംഭീര സിനിമയായിരുന്നു. നല്ലപോലെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു പടമായിരുന്നു. ഈ 2 സിനിമയും ചെയ്ത ഒരാളാണ് ഈ പടം ചെയ്തതെന്ന് നമുക്ക് വിഷമം തോന്നിപ്പോകും. അതുപോലെ മോശമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷത്തെ ഒരു ചെറിയ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ റോള്, സ്പോയിലർ എന്ന് പറയാൻ വലിയ സീനുകളൊന്നും ഈ പറയുന്ന പോലെ ഇല്ല. പിന്നെ 1-2 ഞാൻ പറഞ്ഞില്ല, വൺ ലൈനുകൾ നമുക്ക് ചിരിക്കാനുള്ള അല്ലാതെ ഈ സിനിമ തീർത്തും നിരാശപ്പെടുത്തുന്ന സിനിമയാണ്. റേറ്റിംഗ് എന്നൊന്നും പറയുന്നതൊക്കെ നമുക്ക് വളരെ മോശമായിട്ട് തോന്നും. പിന്നെ എല്ലാവരും കണ്ട് നിവിൻ പോളി ഈസ് ബാക്ക്, എല്ലാവരും നല്ലതെന്ന് പറയുന്നത് നമ്മളും നല്ലതെന്ന് പറയാം, അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മൾ സിനിമ കാണുന്നു. സിനിമ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ നിവിൻ പോളി ഫാൻസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫാൻ ബേസോ ഒന്നും അങ്ങനെയൊന്നും നമുക്കില്ല. ഈ പടം കാണുമ്പോൾ നല്ല സിനിമയാകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കാണാനിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് തോന്നി, പക്ഷെ അതൊന്നും തിളച്ചില്ല. തീർത്തും നിരാശപ്പെടുത്തി. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. കാരണം ഒരു സിനിമ പലർക്കും പല രീതിയിലായിരിക്കും വീക്ഷിക്കുന്നത്, പലരുടെയും ആറ്റിറ്റ്യൂഡ് വ്യത്യാസമായിരിക്കും പലരും കാണുന്നത്. പക്ഷേ എനിക്കൊന്ന് പൊതുവേ ശരിക്കും സിനിമ പ്രേക്ഷകൻ ശരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊരു ആവറേജ് താഴെ, ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ